മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. Worry never solved any problem for anyone. There is not a single problem that contemplation has not solved. അതിൻ്റെ മലയാളം: ആകുല ചിന്തയാൽ പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങളുമില്ല, ആഴത്തിലുള്ള ചിന്തയാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുമില്ല. എപ്പോഴും ആകുല ചിന്തകൾക്ക് പകരം ആഴത്തിലുള്ള ചിന്ത ശീലിക്കുക. അത് നമുക്ക് ശീലിച്ചെടുക്കാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ടെൻഷൻ, എല്ലാത്തരം ആകുല ചിന്തകളും, അനാവശ്യ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, ടെൻഷൻ തുടങ്ങി, ടെൻഷൻ എന്ന് പറയുന്നത് പോലും അനാവശ്യ ചിന്തകളുടെ വേലിയേറ്റമാണ്. അപ്പം അത്തരം എല്ലാത്തരം ആകുല ചിന്തകളും, അമിത ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, ടെൻഷൻ തുടങ്ങി എല്ലാത്തരം അനാവശ്യ ചിന്തകൾ മനസ്സിൽ വരുന്ന ഉടനെ നമ്മൾ ജസ്റ്റ് ചിന്തിക്കുക, ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ ആകുല ചിന്തയ്ക്ക് പകരം ആഴത്തിലുള്ള ചിന്തയിലേക്ക് കടന്നാലോ എന്നുള്ളത്. ഈ വാചകം കൂടെ കൂട്ടി വായിക്കാം. വറി ഈസ് ദ മിസ്യൂസ് ഓഫ് ഇമാജിനേഷൻ. നമ്മുടെ ആ ഇമാജിനേഷൻ പവറിനെയാണ് നാം ഇവിടെ ആകുല ചിന്തയിലേക്ക് തള്ളിവിടുന്നത്. അതിന് പകരം ആ ഇമാജിനേഷൻ പവറിനെ, നമ്മുടെ ആ ചിന്താശേഷിയെ ആ രീതിയിലേക്ക് നാം അറിയാതെ പോകുന്നതിന് പകരം ആ നിമിഷം ഒന്ന് ജാഗ്രത ഉണ്ടായിട്ട്, ആ നിമിഷം ഒന്ന് സ്വന്തം മനസ്സിനൊന്ന് ശ്രദ്ധിക്കാൻ കഴിയുകയും, ഇപ്പോൾ ഞാൻ ഈ നിമിഷം ഈ ആകുല ചിന്തയിലേക്ക് പോകുന്നതിന് പകരം ഇതിന് എന്താണോ ആ ആകുല ചിന്തയുടെ അടിസ്ഥാന കാരണം, അതിനെങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള നാനാവശങ്ങളിലേക്കും നമ്മുടെ ആഴത്തിലുള്ള ചിന്തയിലേക്ക് നാം കടന്നാൽ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. എന്ത് തന്നെയായാലും ആ ആകുല ചിന്ത കൊണ്ട് ഒരു പരിഹാരവും ആകുന്നില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യബോധം തന്നെയാണ് എല്ലാ മേഖലകളിലെയും, പ്രത്യേകിച്ച് സാമ്പത്തിക യാത്രയിലെ ഉന്നത വിജയം നേടിയവരെ നയിക്കുന്നത്. ഉന്നത വിജയം നേടി എല്ലാവരും അങ്ങനെ തന്നെയാണ് കടന്നു പോന്നിട്ടുള്ളത്. കാരണം ജീവിതത്തിൽ ഏത് തരം ജീവിതം നയിക്കുന്നവരാകട്ടെ, ഈ പ്രോബ്ലം എന്ന് കാണപ്പെടുന്ന കാര്യങ്ങൾ അത് പ്രോബ്ലം അല്ല, വാസ്തവത്തിൽ അത് ചലഞ്ചസ് മാത്രമാണ്. അവിടെ നമ്മൾ ആകുല ചിന്തയിലേക്ക് വീഴുകയാണ് ആ 90% പരാജിതരാകാൻ വിധിക്കപ്പെട്ട മനുഷ്യർ ചെയ്യുന്നത്. അതിനു പകരം ഇപ്പോൾ മുതൽ തന്നെ നമ്മുടെ മനസ്സിൽ ആകുല ചിന്ത കൂടുകൂട്ടുമ്പോൾ അതിനെക്കുറിച്ച് നാം സ്വയം ചിന്തിക്കുക. എന്താണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ആകുല ചിന്തയുടെ അടിസ്ഥാന കാരണം? അതിന് എന്തെല്ലാം തരത്തിലാണ് എനിക്ക് പരിഹാരം കാണാൻ കഴിയുക? ഒന്നുകിൽ ആ ഏരിയയിൽ നിന്ന് മാറി നിൽക്കുന്നതോ, അതല്ലെങ്കിൽ അതിൻ്റെ പരിഹാരത്തിന് എന്ത് ചെയ്യാൻ കഴിയും, അതല്ലെങ്കിൽ ഇനി ഒരിക്കലും ഈ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഇതൊരു പരിഹാരമില്ലാത്ത പ്രോബ്ലം ആണെങ്കിൽ കൂടിയും ഇനി അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ എന്താണ് എനിക്ക് പരിഹാരത്തിനായി ചെയ്യാൻ കഴിയുക എന്ന് ആഴത്തിൽ ചിന്തിക്കുക. തീർത്തും പരിഹാരമില്ലാത്ത കാര്യമാണെങ്കിൽ ഇനി അതേക്കുറിച്ച് വറി ആയതുകൊണ്ട് പ്രയോജനമില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല, അത് ഞാൻ നെഗറ്റീവ് എടുത്തു പറയുന്നില്ല. ഒരു പക്ഷേ തീർത്തും പരിഹാരമില്ലാത്ത ചില പ്രശ്നങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു വന്നിരിക്കാം. പരിഹാരമില്ലാത്ത പ്രശ്നമാണെങ്കിൽ ഇനി ആകുല ചിന്തപ്പെടുന്നത് കൊണ്ടും അതുകൊണ്ട് പരിഹാരമാകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ള ജീവിതത്തിനായി, കാരണം ജീവിതം എന്നുള്ളത് ഒരു മനോഹരമായ അവസരമാണ്, അത് വീണ്ടും ആ ഒരു കാര്യത്തെ ചൊല്ലിയുള്ള അനാവശ്യ ചിന്തകൾ മനസ്സിൽ കൂടുകൂട്ടിക്കൊണ്ട് ബാക്കിയുള്ള ജീവിതത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്താതിരിക്കുവാൻ വേണ്ടി അത് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ ആകുല ചിന്തയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക തന്നെയാണ് വേണ്ടത്. അതാണ് വൻ വിജയികളെല്ലാം ചെയ്യുന്നത്. പലരുടെയും ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാ വിജയികളുടെയും ജീവിതത്തിൽ, അതല്ലെങ്കിൽ ഭൂരിപക്ഷം വിജയകരമായ ജീവിതം നയിച്ച ആളുകളുടെ ജീവിതത്തിലും ഒരുപക്ഷെ പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അത് പ്രശ്നങ്ങളായി കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ സിമ്പിളായിട്ട് കാണുന്നു, പാർട്ട് ഓഫ് ലൈഫ്. നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, എവറിത്തിങ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. എവറിത്തിങ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. ആ ഒരു യാഥാർത്ഥ്യബോധം തന്നെയാണ് അതിന് പരിഹാരം. ചില കാര്യങ്ങൾക്ക് ടെക്നിക്കുകളല്ല, നമ്മൾ ആ യാഥാർത്ഥ്യബോധത്തോടെ ജീവിതത്തെ നോക്കിക്കാണുക. മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ നന്നായി ജീവിക്കാൻ കഴിയും, അവനവന് എങ്ങനെ നന്നായി ജീവിക്കാൻ കഴിയും, അവനവനെ ആശ്രയിക്കുന്നവർക്ക് എങ്ങനെ നല്ലൊരു ജീവിതം കൊടുക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കേണ്ടത്. ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ള വാക്യം പ്രസക്തമാണ്. ഈ ഷോ തുടർന്നുകൊണ്ടേ പോവുക എന്നുള്ളതാണ്, ജീവിതം തുടർന്നുകൊണ്ടേ പോവുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പ്രസക്തമല്ല. ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യാൻ കഴിയില്ല, അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ടോ ആകുലപ്പെട്ടിട്ടോ കാര്യമില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അത് 100 വട്ടം നമ്മൾ ആ യാഥാർത്ഥ്യ ബോധത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആകുല ചിന്തയിലേക്ക് പോകുന്ന സന്ദർഭങ്ങളിൽ എല്ലാം തന്നെ ആഴത്തിലുള്ള ചിന്ത, കണ്ടംപ്ലേഷൻ, ആഴത്തിലുള്ള ചിന്ത, ആകുല ചിന്തയ്ക്ക് പകരം കണ്ടംപ്ലേഷൻ, ആഴത്തിലുള്ള ചിന്ത, ആഴത്തിൽ ചിന്തിക്കുക. എന്താണ് ഇതിന് പരിഹാരം, അല്ലെങ്കിൽ ഈ ആകുല ചിന്ത കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം, ഇങ്ങനെയാണോ ഞാൻ ചിന്തിക്കേണ്ടത് എന്നുള്ള ആ ചിന്തയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ്. എല്ലാ ജീവജാലങ്ങൾക്കും ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നായക്കോ പൂച്ചയ്ക്കോ പോലും അത് ചിന്തിക്കുന്നു. അത് ഇര പിടിക്കുന്നതാവട്ടെ, അത് ഭക്ഷിക്കുന്നതാവട്ടെ, അതിന് വിശക്കുമ്പോഴാവട്ടെ അത് ചിന്തിക്കുന്നു. പക്ഷേ സ്വന്തം ചിന്തയെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ ശേഷിയുള്ള ജീവിയാണ് മനുഷ്യൻ. സ്വന്തം ചിന്തയെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷിയുള്ള ജീവിയാണ് മനുഷ്യൻ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ആകുല ചിന്ത വരുമ്പോൾ ആ ചിന്തയെക്കുറിച്ച് ചിന്തിക്കുകയും ഇപ്പോൾ
ഞാനിപ്പോൾ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടുന്നത്, ഇതിന് പരിഹാരമായി ഞാൻ ആഴത്തിലുള്ള ചിന്തയിലേക്ക് കടക്കുകയല്ലേ ബുദ്ധി എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ആകുല ചിന്തയുടെ രസത്തിൽ, അതും ചിലർക്ക് വേദനിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അത് നമുക്ക് ഇനി ഒരിക്കൽ ഡിസ്കസ് ചെയ്യാം. ഏതായാലും ആ ഒരു ചിന്തകളിൽ അഭിരമിച്ചിരിക്കാതെ, അതാണ് ഈ പരാജിതരാകാൻ വിധിക്കപ്പെട്ട 90% ആളുകൾക്ക് പറ്റുന്നത്. ആ ആകുല ചിന്തയിൽ അഭിരമിച്ചിരിക്കും. അതിനു പകരം അവിടെ നാം നമ്മുടെ സ്വന്തം ചിന്തയെക്കുറിച്ചൊന്ന് ശ്രദ്ധാലുവായാൽ മതി. ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ഈ ചിന്ത കൊണ്ട് എന്താണ് പരിഹാരമെന്ന് ചിന്തിച്ചുകൊണ്ട് ആഴത്തിലുള്ള ചിന്തയിലേക്ക് കിടക്കുക. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. പരിഹാരമില്ലാത്ത പ്രശ്നമാണെങ്കിൽ വിട്ടുകളയുക. പരിഹാരമില്ലാത്ത പ്രശ്നമാണെങ്കിൽ പിന്നെ ചിന്തിച്ച് ആ എനർജി വേസ്റ്റ് ആക്കിയിട്ട് എന്ത് കാര്യമെന്നുള്ള ആ യാഥാർത്ഥ്യം തന്നെയാണ് അവിടെയും ചിന്തിക്കേണ്ടത്. അതും ഒരു ആഴത്തിലുള്ള ചിന്ത തന്നെയാണ്. അങ്ങനെ എപ്പോഴും നമ്മൾ ആകുല ചിന്തകൾക്ക് പകരം ആഴത്തിലുള്ള ചിന്ത ശീലിച്ചാൽ തന്നെ ജീവിതത്തിൽ ഏത് ലക്ഷ്യങ്ങളും നേടാൻ കഴിയും. നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാന ലക്ഷ്യമായ, അത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാം, ജീവിതത്തെ സീരിയസ് ആയി കാണുന്ന ഏതൊരു വ്യക്തിയും ധനസമ്പാദനത്തിന് പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം. നമ്മുടെ ജീവിതത്തിലെ 99% കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ 95% കാര്യങ്ങൾക്കുമെങ്കിലും പണം തന്നെയാണ്. ശരിക്കും ചിന്തിച്ചാൽ 100% എന്ന് തന്നെ പറയാം. ഇനി അത്രയും ചിന്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ജീവിതം മനോഹരമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിലെ 95% കാര്യങ്ങൾക്ക് വേണ്ടി പണം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പണം സമ്പാദിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിക്കൊണ്ട് ധീരമായി മുന്നോട്ട് പോയാൽ അതിനുള്ള മാർഗങ്ങൾ നമ്മിലേക്ക് വരും. നാം ആ മാർഗം കാണുകയും ചെയ്യും. നമ്മുടെ ഉപബോധ മനസ്സ്, നമ്മുടെ ബോധ മനസ്സ്, നമ്മുടെ യഥാർത്ഥ കണ്ണുകൾ, നമ്മുടെ അകക്കണ്ണ് തുടങ്ങിയവയെല്ലാം തന്നെ ആ ചാൻസുകൾ നാം കാണുകയും നാം ആ ചാൻസുകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. പണത്തിന് മുൻതൂക്കം കൊടുക്കാത്തത് കൊണ്ടാണ് പണത്തിൻ്റെ അവസരങ്ങൾ നാം കാണാതെ പോകുന്നത്. അതും നമുക്ക് ഇനിയൊരു അവസരത്തിൽ അത് സീരിയസ്, അതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതായാലും ഇന്ന് ആഴത്തിലുള്ള ചിന്തയെക്കുറിച്ച്, ആകുല ചിന്ത വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ആഴത്തിലുള്ള ചിന്ത ചിന്തിക്കേണ്ടതുണ്ട്. ആ ആഴത്തിലുള്ള ചിന്ത എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇനി എപ്പോഴൊക്കെ ആവട്ടെ, ജീവിതത്തിൽ എപ്പോഴൊക്കെ ആകുല ചിന്തകൾ വരുമ്പോഴും ആഴത്തിലുള്ള ചിന്ത പ്രാക്ടീസ് ചെയ്യുക, ധീരമായി മുന്നോട്ട് പോകുക. ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അർഹതയാണ്. അത് നിങ്ങൾ നേടിയെടുക്കേണ്ടത് തന്നെയാണ്. ഒരു വിജയവും താനേ സംഭവിക്കുകയില്ല. നാം അത് സംഭവിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. സാമ്പത്തിക ശേഷി വരണം, വർദ്ധിക്കണം, നിലനിൽക്കണം. അത് നമ്മൾ പ്ലാൻ ചെയ്ത് അതിനായി ചിന്തിക്കുക. എങ്ങനെ 10 കാശുണ്ടാക്കാൻ കഴിയും, എങ്ങനെ ഏത് രീതിയിൽ അത് വർദ്ധിപ്പിക്കാൻ കഴിയും, എങ്ങനെ അത് നിലനിർത്താൻ കഴിയും. ആ ചിന്തകൾ എപ്പോഴും മനസ്സിൽ രൂഢമൂലമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ എന്ന പ്രക്രിയ അതിലേക്ക് നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും. അതിനാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ കഴിയുക എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. എന്നും ഇത് തന്നെയാണ് നാം പറയുന്നത്. അതും ആവർത്തന വിരസതയില്ലാതെ എല്ലാ ദിവസവും രാവിലെ ഇത് കേൾക്കാൻ കഴിയുന്നത് തന്നെ, അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്, ആ പാട്ടുപാടി ഉദാഹരണത്തിലൂടെ നമ്മൾ ആ ബ്രെയിൻ ഹാക്കിംഗ് നിയമം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ആ ഒരു ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ ഈ പല പദങ്ങളും പല വാക്കുകളും പല വാചകങ്ങളും ആവർത്തിക്കുന്നത് മനഃപൂർവ്വം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ആവർത്തനത്തിൽ വിരസത ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഒരു കോച്ചിയുടെ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പൊന്നു മനസ്സാലെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകണം. അതാണ് എല്ലാ കോച്ചികളും എല്ലാ ദിവസവും ആവർത്തനം. ഇവിടെ നമ്മൾ പലപ്പോഴും ചില വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നുവെങ്കിലും നമ്മുടെ ഒരേ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്നതിൽ മടി കൂടാതെ നിത്യവും രാവിലെ ഇത് കേൾക്കുന്നതും നിങ്ങൾ അറിയാതെ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ആ ലക്ഷ്യം ടേക്ക് ഓവർ ചെയ്യുകയും നമ്മുടെ ലൈഫിൽ നാം അറിയാതെ നടപ്പാക്കപ്പെടുകയും ചെയ്യുമെന്ന് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണപ്രവാഹം, അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ.